മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം നേടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പറഞ്ഞു. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ എന്ന ആശയം ഹിന്ദുക്കളെയും ബാധിക്കുന്നത് തന്നെയാണ് എന്നും യഥാർത്ഥ ഹിന്ദുത്വം എന്താണെന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന തരത്തിൽ CPM-ന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണവേ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അവരുടെ മതത്തെ ഉപയോഗിക്കുന്നത് മതവിശ്വാസം കൊണ്ടല്ല എന്നും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് എന്നും ആ രാഷ്ട്രീയ അധികാരം ഏത് മതത്തെയാണോ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ മതത്തിനെതിരായിട്ട് പോലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അധികാരമാണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം എന്നാണ്. ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല സംഘപരിവാറിൻ്റെ ഹിന്ദു രാഷ്ട്രം. ഹിന്ദുത്വം എന്താണ് എന്നുള്ളത് ഗോൾവാൾക്കർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ നിയമദാതാവ് മനുസ്മൃതി എഴുതിയ മനു മഹർഷിയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല നിയമസംഹിത, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിയമവ്യവസ്ഥ മനുസ്മൃതിയാണ്. എന്താ മനുസ്മൃതി പറഞ്ഞ്? മനുഷ്യ സമൂഹത്തെ 4 തരംതിരിച്ചു. ബ്രഹ്മാവ് നിണ്ടവൻ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ ഏറ്റവും ഉന്നത കുലജാതൻ ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയൻ, പിന്നെ വൈശ്യൻ, പിന്നെ ശൂദ്രൻ, 4 വിഭാഗങ്ങൾ. ഈ 4 വിഭാഗങ്ങളാണ് വർണ്ണമുള്ളവർ, അവരാണ് സവർണർ. ശൂദ്രൻ എന്ന് പറയുന്നത് സവർണനാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ശൂദ്രനെ കൊണ്ടാണ് പറഞ്ഞത്. ശൂദ്രം അക്ഷര സംയുക്തെ ദൂരത പരിവർത്തിയത്. ശൂദ്രൻ അക്ഷരം കാണാൻ പാടില്ലെന്നാണ്. ആ ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗവും സവർണനാണ്. എന്നാൽ ഈ വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരുണ്ട്, അവരെ മനുസ്മൃതി മനുഷ്യരായി കണ്ടില്ല. അവരാണ് പഞ്ചമന്മാർ, ഔട്ട്കാസ്റ്റുകൾ. അവരാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾ, വർണ്ണമില്ലാത്തവർ. അപ്പോൾ ഈ സവർണ വിഭാഗങ്ങളെ തന്നെ 4 തരംതിരിച്ച് വർണ്ണമില്ലാത്ത സാധാരണ മനുഷ്യരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഹിന്ദുത്വം. അപ്പോൾ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് എതിരാണ്. ഹിന്ദുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതല്ല ഹിന്ദുത്വം. ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം. അപ്പോൾ സവർണ സമ്പന്ന കോർപ്പറേറ്റ് നക്സസ് ആണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം. ആ ഹിന്ദുത്വം എന്താണ് എന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കണം. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ജനവിഭാഗങ്ങൾ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മറികടന്നുകൊണ്ട് കൃത്യമായി സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എനിക്കും എതിരാണ്, ഇവൻ്റെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എനിക്കെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവനെതിരായിട്ട് രംഗത്ത് വരും. അതിനുള്ള പ്രവർത്തനം കൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്.